ഗുഡ് മോർണിംഗ്, ശുഭദിനം. അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലത്തെ മോർണിംഗ് വാക്ക് താനൂർ മത്സ്യബന്ധന തുറമുഖത്തേക്കാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ രാവിലെ നടക്കുമ്പോൾ ഓരോ വഴിക്ക് ഇങ്ങനെ പോകാറാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നേരെ കടപ്പുറത്തേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ രാവിലെ ഇങ്ങനെ പോയാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. വഞ്ചിക്കാരും തോണിക്കാരും ബോട്ടുകാരും ഒക്കെ ഇങ്ങനെ മീനായിട്ട് വന്നിട്ട് അവിടെ ഇറക്കുന്നൊന്നും പിന്നെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. മറ്റേത് കുറേ വണ്ടികൾ മീൻ കയറ്റി പോകാൻ തന്നെ അവിടെ വെയിറ്റിങ്ങിനുണ്ടാവും. ഇന്നിപ്പോൾ അത്രയൊന്നും കാണുന്നില്ല. ഇനി ഉള്ളിലേക്ക് പോയി നോക്കിയാൽ അറിയാം ബാക്കി വിവരങ്ങളൊക്കെ. ഇതിപ്പോൾ രാവിലെ ഒരു 7 മണി ആയിട്ടോ സമയം. ഉള്ളത് പറയാലോ, നമ്മൾ ശ്രീ വി അബ്ദുറഹ്മാൻ സാഹിബ് MLA യും മന്ത്രിയൊക്കെ ആയതിന് ശേഷമാണ് ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. അതിപ്പോൾ നമുക്ക് രാഷ്ട്രീയം നോക്കാതെ തന്നെ നമുക്ക് പറയാം. അപ്പോൾ അദ്ദേഹം MLA ആയിരുന്ന സമയത്താണ് ഇവിടെ കൂടുതലായിട്ട് ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഇപ്പോഴും ഓരോ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഫിഷറീസ് സ്കൂള്, അതേമാതിരി +2 വരെ ഉള്ള സ്കൂളായിരുന്നു. അതിൻ്റെ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നേരെ കടലിൻ്റെ അടുത്തേക്ക് തന്നെ എത്തി. അപ്പോൾ അത് അവിടെ ഒരു ബോട്ടിൻ്റെ മേലെ 2 കാക്ക വന്നിരിക്കുന്നു. മീൻ കൊത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അവർ താഴേക്ക് ഇറങ്ങി. പിന്നെ ഇതാ ബോട്ടുകളൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ബോട്ടുകൾ മീനെ ഇറക്കി കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ മൂപ്പര് നമ്മൾ അറിയുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പര് പറയും നമ്മൾ നന്നാക്കി എടുത്തോളി എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇദ്ദേഹം മീനെ ഇറക്കിയിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. മീനൊക്കെ കാലിയാണ്, ബോട്ടൊക്കെ കാലിയാണ് കേട്ടോ. പിന്നെ മീൻ തിന്നാൻ ഒരുപാട് കാക്കകളും അതുപോലെ തന്നെ വേറൊരു അതിൻ്റെ പേരെനിക്കറിയില്ല. ഈ കടലിൽ നീന്തി കളിക്കുന്നൊരു സാധനമുണ്ട്. അത് ഒരു കറുപ്പുള്ള സാധനമാണ്. കൊക്കൊന്നുമല്ല, അതിന് വേറെന്തൊരു പേര് പറയും. അതും കുറേ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബോട്ട് വന്നിട്ടുണ്ട്. അതിൽ മൊത്തം മത്തിയാണ് കേട്ടോ. ഇവിടുന്ന് ആൾക്കാർ പറയുന്നുണ്ട് മൊത്തം മത്തിയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ ചെമ്മീനൊക്കെ കുറവാണ്. അപ്പോൾ രാവിലത്തെ നേരം കൊണ്ടാണ് കുറച്ച് ബോട്ടുകളൊക്കെ എത്തി വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് എല്ലാവരും ലേലം വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കച്ചവടക്കാരുണ്ട്, കയറ്റി അയക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതിലൊക്കെ കുറേ ഏജൻറ്റുമാർ, അവരൊക്കെ എല്ലാവരും കൂടി കൂട്ടായ പരിശ്രമമാണ് കേട്ടോ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഈ നമ്മളെ ഐസ് ബോക്സ് മാറ്റത്തെ ബോക്സിലേക്ക് എടുത്തിട്ടാണ് എന്താ. പിന്നെ ഒരു വഞ്ചിക്കാരൻ വന്നപ്പം അയാളുടെ കയ്യിൽ ആകെ 2 കൊട്ട ചെമ്മീനാണ്. 2 കൊട്ട എന്ന് പറയാൻ പറ്റില്ല, ഓരോ കൊട്ടയിൽ കുറേശ്ശെ ചെമ്മീൻ. പിന്നെ ഇത് വലിയൊരു ബോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോറിയിൽ നിന്ന് അവർ വന്ന് വലയും ആളുകളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി നോക്കുകയാണ്. പിന്നെ കുറേ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും രാവിലത്തെ വൈബ് ഇങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ 7-7:15 സമയത്താണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ താനൂർ കടപ്പുറത്തിൻ്റെ ചെറിയ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു എന്താ പറയുക ഉഷാർ വരുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ സപ്പോർട്ട് ഒപ്പം ഉണ്ടായിക്കോട്ടെ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തും. അപ്പോൾ ഓക്കെ, താങ്ക് യു.